തംബീഹുൻ ലാഹിറുൽ മത്നി മത്നിന്റെ ലാഹിർ അന്നൽ മുറാദ ബി തൽബിയത്തിഹി തൽബിയത്ത് കൊണ്ടുള്ള മുറാദ് മാ അറാദഹ ഇവിടെ പറഞ്ഞ തൽബിയത്ത് ഉണ്ടല്ലോ ആ തൽബിയത്താണ്. ഫലോ അറാദഹ മറാത്തിൻ കസീറ ആ തൽബിയത്തിനെ ഒരാൾ ഉദ്ദേശിച്ചാൽ നിരവധി 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 പ്രാവശ്യം കുറച്ചിട്ട് നോക്കിയേ എത്രയോ മറത്ത് തൽബിയത്ത് ചൊല്ലുന്നവർക്ക് ലം തുസന്ന ലഹു അസ്സലാത്ത് അവന് എന്ത് സുന്നത്തില്ല എന്നാണ് മത്തിനിന്റെ ലാഹിർ തോന്നിപ്പിക്കുക. തൽബിയത്ത് അവസാനിച്ചാൽ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ എത്രയോ നാള് കൂടിയാലേ സ്വലാത്ത് വരുള്ളൂ. തൽബിയത്ത് അവസാനിക്കണ്ടേ? സുമ്മ ദുആവും സ്വലാത്തും ദുആവും ആവശ്യമില്ല. ഇല്ലാ ബഅദ ഫറാഗിൽ കുല്ലി എല്ലാ തൽബിയത്തും അവസാനിച്ചാലല്ലാതെ എന്ത് കൊണ്ടുവരാൻ ഇല്ല. വഹുവ ളാഹിറുൻ അത് ശരി തന്നെയാണ്. ബിന്നിസ്ബത്തി ലി അസ്ലി സുന്ന അസ്ലി സുന്നത്ത് കിട്ടാൻ എത്ര മതി? എല്ലാ തൽബിയത്തിനും കൂടി അവസാനം സലാത്ത് കൊണ്ടാന്നാ പോലെ ദുആയും. എന്നാൽ വഅമ്മ കമാലുഹ ഫയംബഗി അല്ലാ യഹ്സുല കമാല് കരസ്ഥമാവുകയില്ല ഇല്ലാ ബിഅൻ യുസല്ലിയ എന്താണ് ثم يدعو عقب كل 3 مرات മൂന്ന് തൽബിയത്താകുമ്പോഴേക്ക് എന്ത് വേണം? ഇങ്ങനെയാണ്. فأما كمالها فينبغي ألا يحصل സുന്നത്തിന്റെ കമാൽ അത് കരസ്ഥമാവുകയില്ല ഇല്ലാ ബിഅൻ യുസല്ലിയ അവൻ സലാത്ത് ചൊല്ലൽ കൊണ്ടല്ലാതെ ثم يدعو عقب كل 3 مرات മൂന്ന് തൽബിയ. അപ്പം ഫയത്തി ബിത്തൽബിയത്തി 3 ഒറിജിനൽ തൽബിയത്ത് 3 ثم الصلاة ആ സ്വലാത്ത് എത്ര? ثم الصلاة വരാ ثم الصلاة എത്രയാണ് എന്ന് പറയണം. 3 കല്യൂരി പറഞ്ഞിട്ടതാ. ثم الصلاة എന്ന് പറഞ്ഞാൽ 3 അതെ കുർദിയല പാപ്പൻ കല്യൂരിന്റെ ഇബാറത്ത്. ثم الدعاء വഹക്കദ പിന്നെ തൽബിയത്ത് 3 തൽബിയത്ത് ചൊല്ലുമ്പോഴേക്ക് 3 സ്വലാത്ത് പിന്നെ ദുആ പിന്നെ 3 തൽബിയത്ത് 3 സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താ വേണ്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൂട്ടിച്ചേർക്കണം വേണ്ടേ? اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار سخط അതും കൂട്ടണം. ثم رأيت عبارة إله المصنف بغيره ظاهرة فيما ذكرته മുസന്നിഫിന്റെ ഇലാഹിന്റെ ഇബാറത്തും മറ്റുള്ളതും ഞാൻ ഈ പറഞ്ഞ പോലെയാകുന്നു. പിന്നെ ദുആക്കും അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇസ്തജാബു ലക ഔ കൂട്ടണം. അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇസ്തജാബു ലക വലിറസൂലിക വആമനൂ ബിക ചർവാനിലത വവസിഖൂ ബിവഅദിക വഖഫൂ ബിഅഹദിക വത്തബഉ അംറക اللهم اجعلني من بخلك الذين رضيت وارتضيت اللهم يسر لي أداء ما نويت تقبل مني يا كريم
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. തൽബിയത്ത് കുറേ വരും. തൽബിയത്ത് 3 പ്രാവശ്യം പറയുക. 3 സലാത്ത്. സലാത്തിന്റെ ഉടനെ സലാമും കയറ്റുക. 3 തൽബിയത്തിന്റെ ശേഷം ഇബ്രാഹിമിയായ സലാത്ത് 1. അതിന്റെ ഉടനെ വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ 3. പിന്നെ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന എന്ന ദുആ. ഇതെല്ലാം വേണം. കുറേ അധികം വരും. ബാബു ദുഖൂലിഹി, മുഹരിമ കടക്കുന്ന രൂപം. ബാബു ദുഖൂലി മുഹരിമ് കടക്കുന്ന രൂപം. മുഹരിമ് മാത്രമല്ലല്ലോ മക്കത്ത് കിടക്കൽ, എല്ലാവരും കിടക്കൂലേ. കലാമ ഫീഹി, താഴെ പറയുന്ന സംസാരം ആരെ പറ്റിയാണ്? പക്ഷെ മുഹരിമുമായിട്ട് ഒന്നേ വന്ദിക്കുന്നുണ്ട്. മുക്കൂഫിന് മുമ്പ് തന്നെ മക്കയിൽ കയറണം. വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല മുഹരിമുമായിട്ട്. കലാമ് മുഹരിമിനെ പറ്റി അല്ലായിരുന്നുവെങ്കിൽ താഴെ പറയുന്ന സുന്നത്തുകൾ ഒക്കെയോ യുഖാതബു ബിഹൽ ഹലാലു അയ്ദാ, ആർക്കും കൂടി ബാധകമാണ്. അപ്പോ ആരെ കൊണ്ട് കുത്തകയില്ല. പിന്നെന്താ ബാബു ദുഖൂലിഹി, മുഹരിമ കിടക്കുന്ന കൈഫിയത്ത്. മുഹരിമിനെന്ത്? നമ്മുടെ കലാമ് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിയ ആളെ പറ്റി ആയിപ്പോയത് കൊണ്ട് ഉണ്ടാക്കുന്ന കളയപ്പെട്ടിട്ടും കാണുന്നുണ്ട് എത്രയോ നുസ്ഖകളിൽ. ബാബു ദുഖൂലി മക്ക, ദുഖൂലിഹി മക്ക ഇല്ലാണ്ട്. പിന്നെങ്ങനെ? അപ്പൊ എല്ലാവരും പെട്ട് അതിനെ കൊണ്ട് കുത്തകയില്ല. കീല അൽ അൻസബു, കീലയാണത്, ശരിയായിക്കൊള്ളണമെന്നില്ല. ഏറ്റവും യോജിച്ചത് തബ്വീബു തംബീഹി. തംബീഹി എന്ന കിതാബില്ലേ ഷാഫി, അതിൽ കൊടുത്ത പോലെ കൊടുക്കലായിരുന്നു. തംബീഹ് ഷീറാസി ഇമാമിന്റെ കിതാബാണ്. തംബീഹ് അതിൽ കൊടുത്ത പോലെയാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. എല്ലാം ഞാൻ ആവൂല പോലും, അങ്ങനെയാ കൊടുക്കേണ്ടത്. എന്താ കൊടുക്കണ്ടി? നിങ്ങൾ ഈ സംസാരിക്കുന്നത് മുഴുവനും മക്കയായിട്ട് ബന്ധപ്പെട്ടെന്നല്ല കാണുന്നത്. ഒരു ആജി എന്തെല്ലാം ആചരിക്കണം, ടൈറ്റിൽ തന്നെ മാറ്റണം പോലും. ബാബു ദുഖൂലി മക്ക എന്നല്ല പോലും. ബാബു സിഫത്തിൽ ഹജ്ജി. എന്തുകൊണ്ട്? മുസന്നിഫ് പറഞ്ഞു കളഞ്ഞു ബാബു ദുഖൂലി മക്കയിൽ. ദുഖൂലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് പറഞ്ഞിരിക്കുന്നു. ദുഖൂലി മക്കയായിട്ട് യാതൊരു ടച്ചും ഇല്ല. ഹജ്ജാജിമാർ ആചരിക്കേണ്ടുന്ന അമലുകളാണ്. ഓരോന്ന് നോക്കി. അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ അവിടെ ولا تعلق لها بها ولا تعلق لها بها. അറഫയിലുള്ള വഖൂഫിന് എന്ത് ടച്ചാണുള്ളത് മക്കയിൽ കടക്കലുമായിട്ട്? ولا تعلق لها അറഫ. അറഫ എന്ന മുദാഫ സംഘടിപ്പിക്കുക. അറഫന്റെ വഖൂഫ്. ഈ ബാബു ദുഖൂലി മക്ക കൊടുത്തിട്ട് നിങ്ങൾ എന്തല്ലോ സംസാരിച്ചിട്ട് എന്ത് കാര്യമോ? ബാബു സിഫത്തിൽ ഹജ്ജ് എന്ന് കൊടുക്കുക. ഓരോ ഉദാഹരണം എടുക്കുന്നു. അൽ ഹജ്ജു അറഫ, വലാ തഅല്ലുഖ ലഹാ അറഫാക്ക്
അർഫാക്ക് എന്ത് ടച്ചാണുള്ളത്? അർഫാക്ക് എന്ന് പറഞ്ഞാൽ അർഫന്റെ ഉപ്പൂഫ് അള്ളാഹുക്കെ കൽപ്പിക്കണം. ബിഹ മക്കയുമായിട്ട്, മക്ക എന്ന് പറഞ്ഞാൽ ദുഖൂൽ മക്കയായിട്ട് എന്ത് ബന്ധം? മക്കയിൽ നിന്ന് എവിടെയോ കിടക്കുന്നില്ല അർഫ, ഇല്ലല്ലേ അർഫ. തട്ട് മക്കയിൽ പ്രവേശിക്കുക എന്നത് എല്ലാറ്റിന്റെയും ഏശാകൃതി ഏതാണ്? മക്കയിൽ കയറാണ്ട് എന്തെങ്കിലും ചെയ്യോ? എല്ലാറ്റിനെ തൊട്ടും മതിയാക്കപ്പെട്ടു. ബിഹി ദുഖൂല് മക്ക കൊണ്ട്. ദുഖൂല് മക്ക എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഒരു അവതരണമാണ്. ദുഖൂല് മക്കയോട് കൂടിയാണ് എല്ലാറ്റിന്റെയും തുടക്കം കുറിക്കുന്നത്. വഹിയ ഉച്ചാരണം വിൽ മീമി മക്ക വൽ ബായി ബക്ക. ബക്ക ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. തഫ്സീറിൽ പറഞ്ഞിട്ടതാ ബക്ക ബക്ക മക്ക. അത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് ശൈലിന്നാണ്. ബക്ക മക്ക. ബക്ക എന്ന് പറഞ്ഞാൽ പൊടിക്കുന്നു. എത്ര കിബറന്മാർ പൊടിഞ്ഞിട്ട് ഉണ്ടായി പോകും, ഭസ്മമായി പോകും. മക്കയിലേക്ക് ചേർക്കുമ്പോ വക്കീല ഒരു കീല പറയുന്ന അങ്ങനെയല്ല. ബിൽ മീമി ബിൽ ഹറമി. മക്ക എന്ന് പറഞ്ഞാൽ ഹറമൊന്നായിട്ട്. ബക്കയോ പള്ളിമോ. മക്കയിലുള്ള സർവത്തും പെട്ടിട്ടാണ് മക്ക. മീന് ഈലയാ പറയും. ഈലക്കാർ പറഞ്ഞതാണ് അത് ചെറുതും വലുത്. ബക്ക എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം. അഖീല അങ്ങനെയല്ല പോലും. ബിൽ മീമി ലിൽ ബൽദി. മക്ക എന്ന് പറഞ്ഞാൽ നാട് പോലും. ബക്കയോ ഹാബ ബക്ക അല്ലേ? ഇങ്ങനെയായാലും പേര് കുറെ അധികരിച്ചെന്നാ പറയും. 30 പേരുണ്ട് എന്നാണ്. ലാനാനോ വലതൻ അക്സറൈസ്മൻ മക്ക മദീന. മക്ക മദീനക്കാണ് കൂടുതൽ പേര് പോലും. ഭൂമി ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലമായതുകൊണ്ട് അള്ളാഹുവിന്റെ പേര് അധികരിച്ച പോലെ അള്ളാഹ്ക്ക് 1000 പേരില്ലേ, നബിതങ്ങൾക്കും 1000 പേരില്ലേ. വഹിയ മക്ക ഷരീഫ്. മക്ക എന്ന നാട്. മക്ക ബഖിയത്തുൽ ഹറം. ഇനി ഹറമിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ. മക്ക എന്ന ചെറിയ ഒരു ഗ്രാമം മാത്രം, ഹറം ഉൾപ്പെടെ. അഫ്ളലുൽ അർളി ഇൻദനാ. ഭൂമി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് വഹിയാക ബഖിയത്തുൽ ഹറം. മക്കക്ക് മാത്രല്ല, ഹറമും മൊത്തം. ഹറമിന്റെ അതിർത്തി ഇഞ്ച് സഹിതല്ല അവിടെ കാണിച്ചിരുന്നത്. എവിടം വരെയാണ് നമുക്ക് ചെയ്യുന്ന വെച്ചാൽ അളക്കാൻ കഴിയും. എവിടം വരെ നിങ്ങൾ മക്ക എന്ന് പറയുന്നത് അല്ല ഹറം എന്ന് പറഞ്ഞത് എവിടെയാണ്, ഏതാണ് ഈ മക്ക എന്നെല്ലാം കാണിച്ചു തരപ്പെടും. ഇഞ്ച് വെച്ച് നമുക്ക് സ്കെയിൽ വെച്ച് കളക്കാം. അതിർത്തി എല്ലാം തിരിച്ചു പെയിന്റ് അടിച്ചിട്ടും അതുപോലെ ബൗണ്ടറി കെട്ടിയിട്ടും വരി മാറുമ്പോഴൊക്കെ തന്നെ തീരും. ഇത് ഹറമാണ്, അത് ഇല്ലാണ്. മക്ക എന്ന് പറഞ്ഞാൽ ഹറം ഉൾപ്പെടെയുള്ള പ്രദേശം. മക്കത്തെ ഹറം അഫ്ളലുൽ അർളി ഇൻദനാണ്. ശാഫി മദ്ഹബുകാരുടെ മുമ്പിൽ ഭൂമി ലോകത്തുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇന്ധന കൂട്ടാൻ കാരണം മാലിക് ഇമാമ് കാടും പിടുത്തം നടത്തിയിട്ടുണ്ട്. മദീനയാണ് ഭൂമി ലോകത്തെ ഏറ്റവും മുന്തിയത്. മക്ക ഷരീഫിനെ അവർ ഇങ്ങനെ അംഗീകരിക്കുന്നില്ല. മദീനയാണ് മുന്തിയത് എന്നാ മാലിക് മദ്ഹബ്. കണ്ടാ
നമ്മളെടുക്കൽ മാത്രമല്ല, മക്ക ഷരീഫാണ് ഏറ്റവും മുന്തിയത്. നമ്മളെടുക്കൽ മാത്രമല്ല, പണ്ഡിതന്മാരിൽ നിന്ന് 99% അങ്ങനെ പറയും മക്ക എന്ന് തന്നെയാണ് മുന്തിയത് പോലും എപ്പോഴും. ചിലയാള് പണ്ഡിതന്മാരുടെ തർക്കം അവസാനിപ്പിച്ചത് നബി തങ്ങള് മദീനയിൽ വഫാത്തായി കിടന്നത് മുതൽ പിന്നെ മദീന മുന്തിയത് പോലെ, അതുവരെ മക്ക മുന്തിയത്. ഇബ്നു ഹജർ ഏറ്റവും എങ്ങനെയെന്നല്ല പറഞ്ഞു, എപ്പോഴും ഏതന്നെ മുന്തിയത്. للأخبار الصحيحة المصرحة بذلك. അബ്ദുല്ലാഹി ഇബ്നു അദീ ഇബ്നു അംർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്വറ, മക്കയിലുള്ള ഒരു സ്ഥലമാണ് ഹസ്വറ, ഹസ്വറയിൽ നിന്നിട്ട് നെടുവേർപ്പെട്ടില്ലേ, യാ മക്ക വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ, നീയാണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ശർഫാക്കപ്പെട്ട ഭൂമി. വഹബ്ബു അർളില്ലാ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, എന്നെ പിടിച്ചു പുറത്താക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ ഒരു കാലത്തും ഇവിടെ നിന്ന് പോകൂലായിരുന്നു. ഇബ്നു ഹിബ്ബാൻ, ഹക്കീം, തിർമിദി, നസായി, ഇബ്നു മാജ പരിശുദ്ധമായ ഹദീസ്. വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ, മക്കയിൽ വന്നുകൊണ്ടാ പറയുന്നു, ഞാൻ മദീനയിൽ താമസിക്കേണ്ടി വന്നുപോയി. വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ വഹബ്ബു അർളില്ലാ ഇലല്ലാഹ് വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. ഒന്നും തിരിയുന്നില്ലേ? എന്നാൽ വമാ ആറല്ലാഹ, ഇതിനോടെതിരായി വന്നത് മദീനയെ പുകഴ്ത്തിക്കൊണ്ടും മക്കയെ താഴ്ത്തിക്കൊണ്ടും. മദീനയെ അങ്ങേയറ്റം പുകഴ്ത്തിയിട്ട് വന്ന ഹദീസ്, അതോ ബഅദുഹു ളൈഫ് വബഅദുഹു മൗദൂഅ് കമാ ബയ്യൻതുഹു. ഏതൊക്കെയാണ് മൗദൂഅ് എന്നും ഏതൊക്കെയാണ് ലൈഫ് എന്നും ഞാൻ ബയാൻ ചെയ്തിട്ടുണ്ട്. ആശയത്തുൽ ഇമാഹ് പഠിക്കുന്ന ഇബ്നു ഹജർ ഹൈതമിന്റെ ലൈഫ് കൊണ്ട് മാത്രമാവില്ല കിതാബുൽ മനാസിക്, ആശയത്തുൽ ഇമാഹ്, അതുപോലെ വനായി എടുത്ത് പഠിക്കും. വമിൻഹു, ആ മൗദൂഇൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ആറളയിൽപ്പെട്ടതാണ്. വമിൻഹു ആറളല്ലേ അല്ലെങ്കിൽ മൗദൂഇൽപ്പെട്ടത്. വമാ ആറള ഖബർ ഇന്നഹാ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല. ഒരു ഹദീസ് ഉണ്ടല്ല, ഇന്നഹാ മദീന ശരീഫ് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല വഹുവ മൗദൂഉൻ ഇത്തിഫാഖ് എന്നാണ്. ഭൂമി ലോകത്ത് ഒരു കുട്ടി പറയാൻ ബാക്കിയില്ല, അത് വ്യാജമായ ഹദീസാണ്. അപ്പം മമിനോ മൗദൂഇലേക്ക് മടക്കലല്ല, ആറളയിലേക്ക് മടക്കലല്ല. മമിനോ മൗദൂഇൽപ്പെട്ടതാണ് ഖബറു ഇന്നഹാ അഹബ്ബുൽ ബിലാദി, അത് മൗദൂഇ തന്നെയാണ് ഇത്തിഫാഖ്. ഇതിനേക്കാണ് അർത്ഥം ആറളയിൽപ്പെട്ടതാണ്. ഖബറു ഇതോ ഇത് മൗദൂഇ തന്നെയാണ് ഇത്തിഫാഖൻ അല്ലേ. വൈജമാ സഹ ദാലിക ഇന്നഹാ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല എന്നത് ഇറങ്ങി വന്നത് മിൻ ഗൈരി നിസാഇൻ ഫീഹി ഫീ മക്ക. ഇവിടെ വന്നിട്ടുള്ളൂ, അത് നമീർ മടക്കിയാണ് തോപ്പിച്ചതാണ്. മദീനാന്ന് സ്പഷ്ടമായിട്ട് ഉച്ചരിച്ചതാണ് ഇല്ല. ഇത് സബബുൻ നുസൂൽ തന്നെ ഇതിനെ പറ്റിയാണ്. ഇല്ലത്തുൽബ അല്ലത്തി റമ്മത്ത് അഅലാഹുൽ കരീമ, അത് നമ്മളെ അങ്ങ് അഫ്ളലുൽ അർദ്, ഇതിനോട് ബന്ധിച്ചല്ല. അഫ്ളലുൽ അർദ് ഇന്ധന എന്നതിൽ നിന്ന് ഒഴിവാക്കി
എങ്ങനെ നിങ്ങൾ സമർത്ഥിച്ചില്ലേ? ഇപ്പം പറഞ്ഞെന്തിനാ ഇടയെന്ന് പറഞ്ഞെന്തിനാ ഉണ്ടെന്ന്? ഇന്നഹ അഫ്ളലുൽ അർളി ഇന്ധനം, അതിനോട് ബന്ധിപ്പിക്ക്. ഒരു പ്രദേശം ഒഴികെ ഒരു മണ്ണ് ലമ്മത്ത് അഅ്ളാഅഹുൽ കരീമ ലഖീബ യഅദിലു തുർമ അഅ്ളുമഹു തുബാലി മുൻതശിഖിൻ മിൻഹു വമുൽതസിമിഹി അബാന മൗലിദുഹു من طيب عنصره يا طيب مبتدأ منه ومختتم. നബിയുടെ റസൂലുള്ളാഹി ശരീരം വെച്ചിരിക്കുന്ന ആ പ്രദേശം അഫ്ളലാണ് എന്ന് മുഴുവൻ ഖൽഖുകളും സമ്മതിച്ചതാണ്. അത് മാറ്റി നിർത്തിയിട്ടാണ് സംസാരം. വഹിയ ആ തുർബത്ത് فلم أعظمه طبال منتشق منه وملتزم التربة التي ضمت أعضاءه الكريمة أفضل إجماعنا. എല്ലാവർക്കും ബന്ധിയതുണ്ടോ? ഇത് കണ്ടിട്ടല്ലേ മദീന പോലും അഫ്ളലാണ് പറയേണ്ടി വന്നത്. നബിതങ്ങളുടെ ശരീരം തട്ടിയതായ ആ സ്ഥലം അഫ്ളലാണ് എന്നതിൽ യാതൊരു സംശയം ഉണ്ടാ? ഭൂമിലോകത്ത് ഏറ്റവും വലിയ അത്ഭുതമായിട്ടെണ്ണും അരസല്ലേ? അതിനെ കാണിയും വലുതാണ് ഏത്? അവിടെ ചെറുമാനിയിൽ മിന്നു ഉണ്ടാ? അങ്ങനെ മിന്നു ബാബു ബാബു ഉണ്ടേ? മിന്നു ഈ കെഞ്ഞ പാടാന്ന് മിന്നു എന്താ ബാബു ബത്തഫുദി. അങ്ങനെ ഒരു ചോദ്യമാണ്. തഫ്ളീൽ നൽകുന്നത് ഇബാദത്തിലൂടെ ചേർത്തിട്ടല്ലേ? അല്ല, സാധനത്തിലേക്ക് ചേർത്തിട്ട് എന്താക്കും? ബത്തഫ്ളീലു തഫ്ളീൽ ഖദ് യഖഉ ബൈന ദവാത്തി വഇല്ലം യുലാഹൽ ഇർതിബാതു അമലി ബിഹാ. അമലൊന്നും ഇല്ലാണ്ട് പ്രദേശത്ത് സാധനത്തിന് തന്നെ തഫ്ളീൽ നൽകും. ഉദാഹരണം അൽ മുസ്ലിഹു അഫ്ളലു മിൻ ഗൈരിഹി പറയുന്നില്ലേ? ഇവിടെ ആക്ഷേപിച്ചവരുടെ ആക്ഷേപം പോയി. നിമിതങ്ങളുടെ തുർബത്ത് എങ്ങനെയാ അഫ്ളലാകുന്നത്? അവിടെ എന്താ ഇബാദത്ത് ഉണ്ടാവുന്നത്? അവിടെ ചെയ്യേണ്ട ഇബാദത്ത് എവിടെ? ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടല്ലേ തഫ്ളീൽ ഇങ്ങനുണ്ടോ? മുജാവറത്തു ബിഹാർ മക്കയിൽ തന്നെ കെട്ടിപ്പൊട്ടി നിൽക്കൽ എന്താണ്? മക്ക ജീവിതകാലം മുഴുവൻ മക്കയിലല്ലേ കഴിച്ചുവിട്ടിട്ടുണ്ട്. മക്കയില് ഇല്ലാ ലിമൻ ഒരുത്തനൊഴികെ ലം യസിഖ് മിൻ നഫ്സിഹി, അവന്റെ നഫ്സിൽ അവന് ഉറപ്പില്ല ബിൽ ഖിയാമി ബിതഅലീമിഹാ വഹുർമതിഹാ വജിത്തിനാബി മാ യൻബഗി ഇജ്തിനാബുഹു. വെടിയാനുള്ളത് വെടിയാനും കാത്തു സൂക്ഷിക്കാനുള്ള കാത്തു സൂക്ഷിക്കാനും സാധ്യമല്ല എന്ന് ഉറപ്പായവർക്ക് മക്കയുമായി അധികം ബന്ധപ്പെടാതിരിക്കലാണ് നല്ലത്. വെറുതെ കുറ്റത്തിൻ്റെ മേലെ കുറ്റം വേണ്ട. അല്ലാത്തവർക്കെല്ലാം മക്കയിൽ കഴിയുന്ന അത്ര കഴിച്ചു കൂട്ടും. ഇല്ലാ ലിമൻ ലം യസിഖ് മിൻ നഫ്സിഹി ബിൽ ഖിയാമി ബിതഅലീമിഹാ വഹുർമതിഹാ വജിത്തിനാബി മാ യൻബഗി ഇജ്തിനാബുഹു. അങ്ങനെ പണിക്കാരെല്ലാം പറയുന്നുണ്ട് ഇവിടെ വന്നത് എണ്ണ ഉണ്ടാക്കാനാണ്. നോക്കിയാലും അമലുകളൊന്നും നന്നായി കിട്ടുന്നില്ല. മക്കൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത രൂപം വരുന്ന പോലും, സാധാരണ വെറും വേളിപ്പാറയായിട്ട് കരുതേണ്ടി വരുന്ന പോലും മക്കാ ശരീരം. ഇങ്ങനത്തെ ആൾക്ക് മക്കയുമായി ടച്ച് ചെയ്യാതിരിക്കല്ലേ നല്ലത്. ഓർത്തുകൊള്ളണം, മക്കയിൽ താമസിക്കുന്നവൻ അള്ളാഹുവിൻ്റെ വാക്ക്
ومن يرد فيه بإلحاد بظلم يذقه من عذاب أليم സൂറത്തുൽ ഹജ്ജ് 25 സൂറത്തുൽ ഹജ്ജ് 25 എന്താണ് വമൻ യുരിദ് ഉദ്ദേശിച്ചാൽ ഫീഹി ഹറമിൽ വെച്ച് ബി ഇൽഹാദി മൈൽ ഇൽഹാദ് കുൽമ കൊണ്ടുള്ള ഇൽഹാദ് നുദിഖുഹു മിൻ അദാബിൻ അലീം വേദനാജനകമായ ശിക്ഷ കുഫിരിയത്തിനല്ലേ അദാബുൻ അലീം എന്ന പ്രയോഗം കുഫിരിയത്തിന് നടത്തുന്ന ഉപയോഗമാണ് അതാണ് നടത്തിയിരിക്കുന്നത് ആരുടെ മേലെ ഇൽഹാദ് ചെയ്യുന്ന ആളെ പറ്റിയല്ല ഉദ്ദേശിച്ചാൽ തന്നെ വമൻ യുരീദ് ഫീഹി ബിഇൽഹാദി ബിളുൽമി നുദ്ഖുഹു മിൻ അദാബിൻ അലീം സൂറത്തുൽ ഹജ്ജ് 25 വമൻ യുരീദ് ഫീഹി ബിഇൽഹാദി ബിളുൽമി നുദ്ഖുഹു മിൻ അദാബിൻ അലീം വറത്തബ അല്ലാഹു തർതീബാക്കി ഇദാഖത്തൽ അദാബി അദാബിന്റെ ഇദാഖത്തിനെ എങ്ങനെയുള്ള അദാബ് അൽ മൗസൂഫി ബിൽ അലീം അൽ മുറത്തബി മിസ്ലുഹു അലൽ കുഫരി ഇങ്ങനെയുള്ള അദാബുൻ അലീമാണ് المرتب مثله على الكفر في آيات كان العلم مقبولا بالتشكيك ഏറ്റവും വ്യത്യാസമുള്ള കേസാണ് അലമ് എന്ന് പറഞ്ഞത് എല്ലാറ്റിലും ഒരേപോലെയല്ല അളവ് തസ്കീക്കിന്റെ പറഞ്ഞിട്ടില്ലേ വെളുത്തത് എന്ന് പറഞ്ഞ പോലെ ഓരോന്നിന്റെയും വെളുപ്പ് വ്യത്യാസം അല്ലേ വായന ചിലതിൽ കഠിനമായിരിക്കും മറ്റൊന്നിൽ കുറവായിരിക്കും അലമ് എന്ന് പറഞ്ഞത് അലമ് എന്ന് പറഞ്ഞാൽ തസ്കീക്കിന്റെ പദമാണ് എല്ലാത്തിലും ഒരേ ഡോസായിരിക്കൂല എന്തിനാണ് ചുമത്തിയത് അല്ല മുജറദി ഇറാദത്തിൽ മേസിയ ഉദ്ദേശിച്ചാൽ തന്നെ വലു സഗീറ സന്തോഷാകണമെന്നില്ല വല അന്നേരം ചോദിക്കുന്നേ വെറും മനസ്സിൽ കരുതിയത് കൊണ്ട് മാത്രം കുറ്റാവോ കുറ്റത്തിൽ പെടൂല എന്നല്ലേ പറഞ്ഞത് വല നളറ ലി മുഖാലഫത്തി ദാലിക ലിൽ ഖവായിദീൻ ഇത് ഇസ്ലാമിന്റെ ഖവായിദക്കെതിരല്ലേ എന്ന് നോക്കാൻ പാടില്ല ശറഈന്റെ ഖവായിദ എന്ന് പറഞ്ഞാൽ ഇറാദത്തുൽ മഅസിയത്ത് മഅസിയത്തല്ല തസ്മീമുൽ മഅസിയത്തെ എന്താവുള്ളൂ ഇറാദത്തുൽ മഅസിയത്ത് എന്താവൂല ആവൂല അല്ല നിക്കാഹിന്റെ ബാബിലെല്ലാം വന്നത് ഹാജിസ് ഖാതിർ എന്നെല്ലാം പറഞ്ഞിട്ട് ലിയന്നഹു ഇറാദത്ത് വെച്ചാൽ പോലും തെറ്റാകുമെന്നത് ഖുസൂസിയാത്തുൽ ഹറം മക്കത്തെ ഹറമിൽ മാത്രം അലാമക്കത്തെ ലാഹിറുൽ ആയ ആയത്തിന്റെ ലാഹിർ ഇങ്ങനെയാണ് തേടിയത് വമൻ യുരിദ് ഇറാദത്ത് വെച്ച് പോയാൽ തന്നെ എന്താകും ഫതദബ്ബർഹു അല്ലാഹുവിന്റെ ഖൗൽ നീ എന്താക്ക് അല്ലെങ്കിൽ ഫറത്തബ ഇദാഖത്തുൽ അദാബി അൽ മുറത്തബി മിസ്ലുഹു അലൽ കുഫി കുഫിരിയത്തിന് ഉപയോഗിക്കേണ്ട അതേ സീഗ ഇവിടെ ഉപയോഗിച്ചു എന്ന കാര്യം നീ ചിന്തിക്കുക ഫതദബ്ബർഹു മാ ഖൗലി ബൈഅദി സലഫീൻ ഇതിനോടൊപ്പം സലഫീങ്ങളിൽ ചിലരുടെ വാക്കിനെയും എന്താക്കും സലഫീങ്ങളിൽ ചിലരുടെ വാക്കിനെയും നീ എന്താക്ക് ചിന്തിക്കും എന്താ സലഫീങ്ങൾ പറഞ്ഞു ഇന്ന ഹാദാ വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ എന്നത് ബിഉമൂമിഹി
അതിന്റെ ഉമൂമ് കൊണ്ട് മുറത്തിബുൻ മുറത്തിബ് ബിസിഗതി ഇസ്മിൽ ഫായിൽ ഇത് വരുന്നതാണ് അലാ മുജറദിൽ ഇറാദത്തി അലാ മുജറദിൽ ഇറാദത്തി ബിഗൈരിൽ ഹറം എവിടെ വെച്ചിട്ട് ഇറാദത്ത് വെച്ചിരുന്നില്ല ഹർമ്മല്ലാതെ ചിന്തിച്ചാലും ഇതേ തെറ്റ് വരും ആരെങ്കിലും ഇറാദത്ത് വെച്ച എന്നിട്ടോ ഫീഹി എന്ന് പറഞ്ഞ ഇറാദത്ത് വെച്ച സ്ഥലം ഹറം എന്നല്ല ഫീഹി അക്രമം ചെയ്യാൻ എടുത്ത് ഓർമ്മിച്ചത് എടുത്ത് എന്നാലും കുടിച്ചു അങ്ങനെയാ അർത്ഥം പോയി. നിങ്ങൾ അങ്ങനെയല്ലല്ല ഇപ്പം പറഞ്ഞത്. ഇറാദത്ത് വെച്ചാൽ പോലും ശിക്ഷ ഉണ്ട് എന്നാണ്. ഇവിടുന്ന് ഇറാദത്ത് വെച്ചാൽ അങ്ങനെയല്ല പോലും അർത്ഥം. ഇങ്ങനെ പൈലം യദ്ഖുലുഹു ഐ വഫീഹി എന്ന് പറഞ്ഞതോ ഇലാദിനോടാ ബന്ധം. അപ്പൊ ഇങ്ങനെ അർത്ഥം ഇങ്ങനെ തഫ്സീറുണ്ട്. ومن يرد فيه بإلحاد بظلم عن شعبة عن سدي أنه سمع مرة أنه سمع عبد الله بن مسعود عبد الله بن مسعود പറയുന്നു എന്നോട് ശുഅബ പറഞ്ഞു ഒരായത്തുണ്ടല്ലോ ومن يرد فيه بإلحاد بظلم لو أن رجلا ഒരു മനുഷ്യൻ ഹമ്മ ഫീഹി بإلحاد ഒരു അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഹറമിൽ വെച്ച് അക്രമം ചെയ്യാൻ. എവിടെ വെച്ചിട്ടാ ഉദ്ദേശിച്ചത്? അദൻ 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 അബിയൻ എന്ന നാടിൽ നിന്ന്. എന്നാലും അല്ലാഹു തആല കഠിനമായ ശിക്ഷ കൊടുക്കും. കാരണം ഖുർആൻ ആയത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ഹാക്കിമിലുണ്ട്, ഇബ്നു അബീ ശൈബയിലുണ്ട്. അദൻ അബിയൻ എന്ന് പറഞ്ഞാലോ അറിയപ്പെട്ട ഒരു ടൗണാണ്. മദീനത്തുൽ മശ്ഹൂറത്താണ്. അലാ സാഹിൽ ബഹരിൽ ഹിന്ദി മിൻ നാഹിയത്തിൽ യമൻ. കണ്ടാ അദൻ ഏഡൻ. ഏഡനിൽ വെച്ച് ചിന്തിച്ചാൽ പോലും അല്ലാഹു തആല വേദനാജനകമായ ശിക്ഷ കൊടുക്കുമ്പോൾ അപ്പൊ ഫീഹിയിലേന്ന് ഫീഹിയോ وكان ابن عباس وغيره أخذوا منه. റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇതിൽ നിന്നാണ് പഠിച്ചത്. ഖൗലഹു പണ്ഡിതന്മാരുടെ ഖൗലി ഇന്ന സയ്യാത്തി തദാഅഫു ബിഹാ കമാ തദാഅഫുൽ ഹസനാത്ത്. തദാഅഫു തതദാഅഫു എന്നർത്ഥം. ഹറമിൽ വെച്ച് കുറ്റങ്ങൾ ഇരട്ടിയാവും. കമാ തതദാഅഫുൽ ഹസനാത്ത് ഐ തഅലുമു ഫീഹാ. തഅലുമു ഫീഹാ എണ്ണം അധികാവുന്നല്ല. എണ്ണം അധികാവാൻ പാടില്ലല്ല. എണ്ണം അധികാവൂല എന്ന് ഖുർആനിൽ തന്നെ ഇല്ലേ? പിന്നെ എണ്ണം എങ്ങനെ അധികാവും? 360 എണ്ണം പെരുകൂല എന്നില്ലേ? അപ്പൊ അധികാവും എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണം കൂടുന്നു. എണ്ണങ്ങൾ തന്നെ ഐ തഅലുമു ഫീഹാ അക്സറ മിൻഹാ ഫീ ഗൈരിഹാ ലാ അന്നഹാ തതഅദ്ദദു. 1 10 ആകും, 10 100 ആകും, 100 1000 ആകും എന്നല്ല. ഇങ്ങനെ വെച്ചൂടാ. ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ എന്താ ഇപ്പം സൂറത്തുൽ അൻആം 360 ഹസനാത്താണ് 10 ഇരട്ടിയാവുക. മറ്റേത് എണ്ണം പെരുകലില്ല. ഇവിടെ പെരുകും എന്ന് പറഞ്ഞതോ വല ഹദീസ അൽ മുസജ്ജിഹത بعدم التعدد في سيئة. ومن جاء بالسيئة فلا يجزى إلا مثلها. النعم أحاديث هذا بخاري مسلم ابن عباس തങ്ങളെ. وإن هم بها ഒരാൾ തെറ്റ് ഉദ്ദേശിച്ചു فعملها كتبها الله سيئة واحدة. ഇതിനെ പെരുകലില്ല ഒരിക്കലും. ومن عمل بالحسنة فله أجر أمثالها. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ശിക്ഷിക്കും അല്ലെങ്കിൽ വായിക്കും. പെരുകലില്ലല്ലോ.
ഇരുന്നുകൂടെ പെരുകും എന്ന് പറഞ്ഞത്. ആയത്തു വമയ്യുരിതുന്നില്ലേ, അവിടെ കുറ്റങ്ങൾ 1 10 10 100 എന്നൊന്നല്ല മുറാദ്. വണ്ണം കൂടുക എന്നതല്ലാതെ എണ്ണം വരിക എന്നത് മുറാദുണ്ടോ? അത് തന്നത് പറഞ്ഞറിയിക്കാണ്ടെന്ന് എല്ലാവർക്കും കിട്ടൂലേ? പിന്നെ മക്കത്തെ ഹറമിന്റെ വ്യാപ്തി പറയണം. കംപ്ലീറ്റ് എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര മീറ്റർ, എത്ര ചവിട്ടടി, ആകെ 4 അതിൽ ഇറങ്ങും. അതിൽ ചെറിയ ഒരു ഭാഗം മാത്രം മക്ക. മക്കത്തെ ഹറമിൽ എവിടെയായാലും, ഏത് മണ്ണിലായാലും, ഏത് ഹോട്ടലിലായാലും, ഏത് ലോഡ്ജിലായാലും 1 ലക്ഷം പവർ. ഒന്നും കുറയില്ല. ഹറമാണോ അല്ലേന്ന് മാത്രം. ചിലപ്പോൾ വെറും കാടായിരിക്കും, അല്ലെങ്കിൽ ജനപ്രദേശമില്ലാതെ സ്ഥലമായിരിക്കും. ഒരു മക്കൻ്റെ പോലീസ് ഒന്നും കാണില്ല. ഹറമാണോ അല്ലേ എന്നാണ്. فقد صح على نزاع فيه خبر أن حسنة الحرم حرم مكة في 100,000 حسنة. വിനംബാസങ്ങൾക്ക് രോഗമായി. മക്കളെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു കൊടുത്തു. മൻ ഹജ്ജ മിൻ മക്ക മാശിയൻ ഹത്താ യർജിഅ ഇലാ മക്ക. من نجا مكة من نجا من مكة ماشيا حتى يرجع إلى مكة كتب الله له بكل خطوة 700 حسنة مثل حسنات الحرم. ആ സമയത്ത് ചോദ്യം വന്നു, ഹറമിലുള്ള ഹസനാത്ത് പോലെ. ഹറമിൽ എന്താണ് ഹസനാത്ത്? ലഹു വിനംബാസങ്ങളെ മാ ഹസനാത്തുൽ ഹറം. ഹറമിന്റെ കപ്പാസിറ്റി എന്താണ്? ബികുല്ലി ഹസനത്തിൻ 100,000 ഹസന. മിനിമം ചാർജ് എന്താണ്? ഈ ഹജ്ജിന് പോയ ആളെല്ലാം അവിടെ താമസിക്കുന്നത് ലോഡ്ജില്, ഹോട്ടലില്, പറമ്പത്തല്ലോ. ഇവിടുന്നെല്ലാം കിട്ടോ ലക്ഷം നല്ലാക്കിയിട്ട്. ഹറമാണെങ്കിൽ 1 ലക്ഷം. ഇബ്നു ഖുസൈമ, ഹാക്കിം, ബൈഹഖി ഏത് വേളിപ്പാറയായാലും മഖ്ബൂലും മബ്റൂറുമായ ഹദീസാണത്. 1 ലക്ഷം. ഇനി മസ്ജിദുൽ ഹറാമിൻ്റെത് പിന്നെ പറയാനില്ല കേട്ടാ. മസ്ജിദുൽ ഹറാം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലില്ലാഹി ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ. അത് ഹറമല്ലല്ലോ. ഹറം വലിയ കുറേ ആയില്ലേ. ഹറമിൽപ്പെട്ട കുറേ നാട്ടിൽപ്പെട്ട ഒരു നാടല്ലേ മക്ക. മക്കയിൽപ്പെട്ട ഒരു ജുസ്അല്ലേ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൻ്റെത് പിന്നെ സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടിട്ട് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ 1 ലക്ഷം എന്ന് പറഞ്ഞേക്കണ്ട. ഒരു ചെറിയ സ്ഥലം ഹറമിലുള്ള 1 ലക്ഷം. ഓ എന്താ ഈ ഹജ്ജാജിമാര് അവിടെ പോയിട്ട് 20 ദിവസം താമസിക്കാൻ പറയുമ്പോ ആദ്യം ചോദിക്കുന്നു, ഈ കെട്ടിടം ഹറമിന്റെ പുറത്തായി പോയോ? ഇതിന്റെ ഒരു ഭാഗം ഹറമിന്റെ പുറത്തായി പോയില്ലോ. എങ്കിൽ അവിടെ നിന്നിട്ട് കാര്യം? ഹറമിന്റെ അതിർത്തിക്കുള്ളിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിൽക്കണ്ടേ? അതല്ലത്തില്ല അസ്ബാബ്. ഹദീസുകൾ അറിയിക്കുന്നു, കമാ ബയ്യൻതു ഫിൽ ഹാജിയ അലാ അന്ന സ്വലാത്ത്, അത് മസ്ജിദുൽ ഹറാമിന്റെ കുത്തകയാണ്. മസ്ജിദുൽ ഹറാം മക്കക്കുള്ള പോലീസ് അല്ലാതെ ഹറമിൻ്റെതും അല്ല. അതന്നെ നമസ്കാരത്തിന് മാത്രമാണ് പോലും. ഐ ബിൽ മസ്ജിദുൽ ഹറാം വഖീല ബികുല്ലിൽ ഹറാം. ഹറമിലും ഇത്ര തന്നെ ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഇംതാസത്ത് അനിൽ കുല്ലി ബിമുദാഅഫതി കുല്ലി സലാത്തി ഫർളിൻ بمضاعفة كل صلاة فرض أو نفل إلى 100,000 صلاة. 3 പ്രാവശ്യം 1000 എന്ന പദം കൂട്ടണം. 10,000 കോടി. 3 3 3 9 3000 എന്നല്ല. നിയത്ത് കൂട്ടാൻ
പിന്നെ അൽഫ് 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 10,000 കോടിയാണ്. സത്യാവസ്ഥ പഠിച്ചു വെക്കണം പോലും. ഇത് നിസ്കാരത്തിനേ ഉള്ളൂ എന്നാണ് അധികം ആളും പറയുന്നത്. ബാക്കി കിട്ടോ ഇല്ലയെന്ന് വക്താരവാഹം കൊടുക്കുന്നുണ്ട്. ഇത് നമസ്കാരത്തിൻ്റെ നഷ്ടാണ്. ഇത്ര തന്നെയാണ്. അത് മത്താഫിൽ മാത്രമല്ല, മസ്ജിദുൽ ഹറാമിൽ 10,000 കോടിയാണ്. ഹറമിൽ പൊതുവേ 1 ലക്ഷമാണ്. ഹറമിൽ പൊതുവേ 1 ലക്ഷം. ഇതൊന്നും പഠിക്കാണ്ട ആൾക്കാർ അവിടെ പോയിട്ട് 1 ലക്ഷമല്ലേ 10 ലക്ഷമല്ലേ എന്നല്ല. ഇത് 10 ലക്ഷം. മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നമസ്കാരത്തിന്റെ മഹത്വം മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും അല്ലാത്ത മറ്റു പള്ളികളുടെ 1000 ഇരട്ടിയാണ്. മസ്ജിദുൽ അഖ്സ 3,466 എത്തിക്കാഫിന്റെ ഭാഗം. ഹാജിയത്തുൽ ഇലാഹി 431, അൽ ഫതാവ അൽ കുബ്രയിലുണ്ട് 219. വിവരമില്ലാണ്ട് ചില ആൾ 1 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞേക്കുന്നു. എന്തൊരു ലക്ഷം? ഏതാ 1 ലക്ഷം? 1 ലക്ഷം പറഞ്ഞത് ഹറമിലുള്ള ആ മൈതാനാ പറഞ്ഞത്. അതിനേക്കാണ് പവർ മക്കാ ഷരീഫിനില്ലേ. മക്കത്തെ മസ്ജിദുൽ ഹറാമും പിന്നെ ഇന്ന അമ്പല വൈറ്റി മൂതിയൽ ഇന്നാത്തി പറഞ്ഞ പള്ളിക്ക് പണ്ടേ 10 ലക്ഷം ഇരട്ടിയതാണ്. മസ്ജിദുൽ നബവിയിൽ വെച്ചുള്ള നമസ്കാരത്തിന്റെ പവർ 10 ലക്ഷം ഇരട്ടി. എന്തുകൊണ്ട് എന്നാണ് മസ്ജിദുൽ അഖ്സയുടെ 1000 ഇരട്ടിയാണെന്ന് പ്രത്യേകം നസ് വന്നിട്ടുണ്ട്. നബവിക്ക് 1000 ഗുണിക്കണം 1000. ചിന്തിക്ക് എത്ര? 1000. അഖ്സ പള്ളിയുടെ 1000 ഇരട്ടിയാണ്. എന്ത്? 3,466, ഹാഷിയത്തുൽ ഇലാഹ് 431, അൽ ഫതാവ അൽ കുബ്ര 219. ഇതൊന്നും നോക്കാൻ പിന്നെങ്ങനെ ഈ ഹജ്ജിന്റെ വിവരം കിട്ടലുണ്ട്? മസ്ജിദുൽ ഹറാമിന്റെ എത്ര? സാധാരണ പള്ളിയുടെ 10,000 കോടി ഇരട്ടി. അതെങ്ങനെയെന്നാണ്? 1000 ഗുണിക്കണം 1 ലക്ഷം. മസ്ജിദുൽ നബവിയുടെ 1 ലക്ഷം ഇരട്ടിയാണ് മസ്ജിദുൽ ഹറാം. 1000 ഗുണിക്കണം 1 ലക്ഷം. അപ്പൊ ഒന്നിന്റെ കൂടെ എത്ര 0 വരും? 3, 9, 11 0 വരും. 11 10,000 കോടി. 10,000 കോടിയോ? അതെ. 3,466 465. ഹാഷിയത്തുൽ ഇലാഹി ഫതാവ അൽ കുബ്ര അലീസ് ഇബ്രാഹിം അലിസി 3,211. മുറൽ ബസരി ഒരു പേടിയും പേടിക്കണ്ടെന്നാ പറയുന്നത്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ അലലിത്തിലാക്ക് 1 ലക്ഷം അല്ല. 1 ലക്ഷം എന്ന ഹദീസ് എങ്ങനെ ചുമത്തപ്പെടണം പോലും? ഒന്നിക്കൽ മസ്ജിദുൽ നബവിന്റെ 1 ലക്ഷം ഇരട്ടിയാണ് മസ്ജിദുൽ ഹറാം. അല്ലെങ്കിൽ 1 ലക്ഷം എന്ന് പറഞ്ഞത് മസ്ജിദുൽ ഹറാമിനെ പറ്റിയല്ല, ഹറമിനെ പറ്റിയാണ്. 10,000 കോടിയായില്ലേ? ഇത്രയും ഇരട്ടി മാത്രം ഫർദ് നമസ്കാരത്തിന് മാത്രമാണോ? അല്ലല്ല, സുന്നത്ത് നമസ്കാരത്തിനും ഉണ്ട്. മറ്റെല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടോ? അതുണ്ടോ ഇല്ലയോ എന്നത് ചർച്ചാ വിഷയമാണ്. ഉണ്ട് എന്നും ഇല്ല എന്നല്ല പറയുന്നത്. കേട്ടാ? ഇത്രയും പറഞ്ഞതുകൊണ്ട് കല്ലതീ കബലഹു വഖദ് സ്വഹാന്ന് പറഞ്ഞില്ലേ? കല്ലതീ കബലഹു വഇന്നമാ സഹ ദാലിക ഫീ മക്ക. വബിഹാദ എന്ന് പറഞ്ഞാൽ വഖദ് സ്വഹ. കല്ലതീ കബലഹു എന്ന് പറഞ്ഞാൽ വഇന്നമാ സഹ എന്നല്ലേ? അതുകൊണ്ട് യുറദ്ദു അലാമൻ സഅമ മിന്ന, നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലയാൾ എന്താ ഇമാമ് നമ്മളെ ഉലമായിൽപ്പെട്ട ചിലർ തന്നെ മാലിക്കി മദ്ഹബിലേക്ക് ചേർന്നു എന്നിട്ട് വാദിച്ചു അഫ്ദലിയത്ത സുക്കിനാബിൽ മദീന, താമസം എവിടെയാണ് നല്ലത്? നമ്മുടെ തെളിവ്
മദീനത്ത് താമസിക്കുന്നതിൽ വന്ന ഫضل ലായിവാസി ഹദാ ഇതിനോട് പള്ളി കഴിച്ചാൽ ഏറ്റവും ചെറുപ്പാക്കപ്പെട്ടത് വൈത്ത് ഖദീജ. ഖദീജ ബീവിന്റെ വീടുണ്ടാടെ. അൽ മസ്ഹൂർ അൽ ആന ബി സുഖാഖിൽ ഹജർ. സുഖാഖിൽ ഹജർ, ഹജറിന്റെ റോഡ്, സുഖാഖ് സ്ട്രീറ്റ്. ആടെ പോയില്ലെങ്കിലല്ലേ ഇതെല്ലാം കാണല്ലേ. സുഖാഖുൽ ഹജർ. ബി എന്ന് പറഞ്ഞ ഫി, എവിടെയുള്ള. പള്ളിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് ഖദീജ ബീവിന്റെ വീട്. അത് എവിടെയാണ്? സുഖാഖുൽ ഹജറിൽ, സുഖാഖ് സ്ട്രീറ്റ്. ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്, അറിയപ്പെട്ട ഒരു കല്ലുണ്ട്. സുഖാഖിൽ ഹജറിൽ ഉള്ള, ഹജറിന്റെ റോഡിലുള്ള ബി എന്ന് പറഞ്ഞ ഫി അൽ മുസ്തഫീദീൻ. അത് സുഖാഖുൽ ഹജറിന്റെ സിഫത്താണ്. പരക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. ഹജറിന്റെ അല്ല, സുഖാഖുൽ ഹജർ. നാടെല്ലാം പ്ലേറ്റ് എഴുതിയിട്ടുണ്ട് സുഖാഖുൽ ഹജർ. ഇവിടുന്ന് അവിടം വരെ ഏറാമാർക്ക്. അവിടെ ആ മസ്ജിദ് ഖദീജ ബീവിന്റെ വീടുണ്ട്. ഇനിയിപ്പോൾ ലൈബ്രറിയാണ്. ബൈന അഹ്ലി മക്ക, മക്ക നിവാസികൾക്കിടയിൽ അറിയപ്പെട്ടിട്ടുണ്ട് ഖലഫൻ സലഫി. അവിടെ ഒരു ഹജറുണ്ടല്ലോ, ആ റോട്ടിൽ തടഞ്ഞു പോകുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. നോക്കാണ്ട് നടന്നെങ്കിൽ തടഞ്ഞു പോകും. അന്നദാലിക്കൽ ഹജറ അൽ ബാരിസ ഫീഹി, തള്ളി നിൽക്കുന്നത്, ഭൂമിയിലേക്ക് അമർന്ന് നിൽക്കുന്നതല്ല. തുവ അൽ മുറാദു മിൻ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേത് കല്ലാണെന്ന് അറിയുമോ? ഇന്നീല ആയിരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ മിൻ മക്ക എന്ന് പറഞ്ഞില്ലേ, ആ കല്ലാണ്. മുസ്ലിം തിരുമതി ജാബിർ ബിൻ സമ്രത്തിന് തൊട്ട് ആ കല്ലുള്ളതുകൊണ്ട് ആ റോഡിൽ നിന്നായിട്ട് ഹജർ സ്ട്രീറ്റ്. ഹജർ സ്ട്രീറ്റിലാണ് ആരുടെ വീടുള്ളത്. അവിടെ കാണാൻ പോകും, കേറ്റുന്നുണ്ട്. അവിടെ ലൈബ്രറി മറ്റേതെല്ലാം ഉണ്ട്.